ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പവിത്രം സീസൺ 2 അങ്ങനെ 5 എപ്പിസോഡ് ഒന്നിച്ചാണ് നമ്മുടെ മുന്നിൽ പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം തന്നെ എല്ലാവരോടും ഞാനൊരു സോറി പറയാണ്. കാരണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്തത് ലാസ്റ്റ് എപ്പിസോഡാണ്. കാരണം എൻ്റെ ഫോണിൽ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ലാസ്റ്റ് എപ്പിസോഡിൻ്റെ വീഡിയോസ് ആയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. ലാസ്റ്റ് എപ്പിസോഡും അതിൻ്റെ തൊട്ട് മുന്നത്തെ എപ്പിസോഡൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനലിൽ കയറി കാണാം. ഈ ഒരു വീഡിയോ ഫസ്റ്റ് എപ്പിസോഡും ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ കാണിക്കുന്നത് വിക്രവും വേദയും തമ്മിലുള്ള ആ ഒരു വേർപാടാണ്. വിക്രം ജയിലിലേക്കും വേദ എങ്ങോട്ടെന്ന് അറിയാതെ ഇങ്ങനെ യാത്രയാണ് വേദയുടേത്. അങ്ങനെ നേരെ വേദ ട്രെയിന് കയറുന്നത് നേരെ ഡൽഹിയിലേക്കാണ്. എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാത്തൊരു യാത്രയാണ് വേദയുടേതെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം വിക്രമാദിത്യൻ വരും എന്ന ആ ഒരു ധൈര്യത്തിലാണ് വേദയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് DCP തരുണും ഭാര്യയും ഇങ്ങനെ ബൈക്കിൽ അവർ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. DCPയുടെ കൂടെ ആണെങ്കിലോ എപ്പോഴും ഇങ്ങനെ പോലീസ് എക്സ്കോർട്ടായിട്ട് പോകുന്നുണ്ടായിരിക്കും. രാധികയ്ക്കാണെങ്കിലോ അതൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞു വിടാൻ തരുണിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ തരുണ് പോലീസുകാരെയൊക്കെ പറഞ്ഞയച്ച് പിന്നെ അവർ രണ്ടുപേരും മാത്രമാണ് ഷോപ്പിലേക്ക് കയറുന്നത്. കുഞ്ഞുടുപ്പും ടോയ്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലായിരുന്നു അവർ കയറിയത്. പക്ഷെ അവർ ആ ഷോപ്പിലേക്ക് കയറുന്നത് കുറച്ച് ഗുണ്ടകൾ കാണുന്നുണ്ടായിരുന്നു. ആ ഗുണ്ടകൾ ആരെയോ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ ഗുണ്ടകളോട് പറയുന്നുണ്ട് അവരെ വകവരുത്താനായിട്ട്. രാധികയുടെ ഇപ്പോഴത്തെ ഹോബി എന്ന് പറയുന്നത് ഓരോ മാസവും വന്ന് കുഞ്ഞുടുപ്പും കളിപ്പാട്ടമൊക്കെ വാങ്ങുന്നതാണ്. അങ്ങനെ തരുണ് രാധികയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ എല്ലാ മാസവും കുഞ്ഞുടുപ്പും കളിപ്പാട്ടമൊക്കെ വാങ്ങുന്നത്? ഇപ്പം തന്നെ എത്ര ടോയ്സാണ് വീട്ടിലുള്ളത്? അന്നേരം രാധിക പറയും, ഇതൊക്കെ അല്ലേ തരണേട്ടാ ശരിക്കും എൻജോയ് ചെയ്യേണ്ടത്. കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് നമ്മുടെ കുഞ്ഞിനോട് പറയല്ലോ, നിനക്കിത് 2 മാസം കഴിഞ്ഞപ്പോൾ വാങ്ങിയതാണ്, 4 മാസമായപ്പോൾ വാങ്ങിയതാണ്, 9 മാസം പ്രായമുള്ളപ്പോൾ വാങ്ങിയതാണ്, അങ്ങനെയൊക്കെ പറയല്ലോ. അവളെ ആ സംസാരം കേൾക്കുമ്പോൾ തരുൺ ഇങ്ങനെ ചിരിക്കുമ്പോൾ രാധിക ചോദിക്കും, എന്തിനാ കളിയാക്കുന്നത്? അല്ല, ഞാൻ ഉർവശിയുടെ ഒരു പഴയ സിനിമയിലെ രംഗങ്ങൾ ഓർത്തതാണ്. ഞാൻ ആദ്യമായിട്ട് മാവിൽ കല്ലെറിഞ്ഞ കല്ലാണിത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഉർവശി ഇങ്ങനെ പറയുന്നത് ഞാൻ ഓർത്തതാണ്. അത് കേൾക്കുമ്പോൾ രാധിക പറയും, കളിയാക്കണ്ട കേട്ടോ, എനിക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ല, അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നും പറഞ്ഞിട്ട് പിന്നെ തരുണ് പോയിട്ട് ഒരു ടോയ് എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് രാധികയെ കാണിച്ചിട്ട് പറയും, ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് വേണ്ട തരുണേട്ടാ, ഇതൊക്കെ ആൺകുട്ടികൾക്ക് കളിക്കാനുള്ളതല്ലേ, തരുണേട്ടന് എപ്പോഴും ഇഷ്ടം പെൺകുട്ടികളോടല്ലേ, അതുകൊണ്ട് ഇങ്ങനത്തെ ടോയ്സ് വേണം. അങ്ങനെ രാധികയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തരുണ് ആ ഗുണ്ടകൾ അവരെ വാച്ച് ചെയ്യുന്ന കാര്യം തരുണ് ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ തരുണ് വേഗം പറയും, രാധികയെ നമുക്ക് ഇവിടുന്ന് വേഗം പോകണം, എന്താ തിരക്ക് ആയോ എന്ന് പറഞ്ഞിട്ട് രാധികയെ വിളിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവാണ് തരുൺ. അങ്ങനെ നേരെ മറ്റൊരു ഷോപ്പിൽ കയറിയിട്ട് അവിടെ അവരോട് പറയുന്നുണ്ട്, പോലീസുകാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ID കാർഡൊക്കെ കൊടുത്തിട്ട് ഞാൻ ഈ ഷട്ടറൊന്ന് അടയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രാധിക അതിൻ്റെ ഉള്ളിൽ അടച്ചിടുകയാണ്. എന്നിട്ട് നേരെ തരുൺ വന്നിട്ട് ആ ഗുണ്ടകളെ ഓരോരുത്തരായിട്ട് ഇടിച്ച് നിരത്തുകയാണ്. അങ്ങനെ രാധിക കുറേ സമയമായിട്ടും തരുണ് കാണാതാകുമ്പോൾ ഷട്ടർ പൊന്തിച്ച് രാധിക ഇങ്ങനെ കടന്നു വരുമ്പം തരുണ് ഗുണ്ടകളായിട്ട് ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. അവൾക്കാണെങ്കിലും ഇത്തരം രംഗങ്ങളൊന്നും കണ്ട് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ തരുണേട്ട എന്ന് വിളിച്ചിട്ട് തരുണിൻ്റെ പിന്നാലെ അവൾ ഓടുകയാണ്. അങ്ങനെ നേരെ അവൾ പിന്നെ ഒരു ഗുണ്ടയെ തരുണ് വകവരുത്തുന്നത് കാണുമ്പം ബോധം കെട്ട് അവിടെ നിലത്ത് വീഴുന്നുണ്ട്. അങ്ങനെ രാധിക നിലത്ത് വീഴുന്നത് കണ്ട് തരുണ് വേഗം അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. കാരണം രാധിക പ്രഗ്നൻ്റ് കൂടിയാണല്ലോ. അങ്ങനെ നേരെ രാധിക അഡ്മിറ്റ് ആവുകയാണ് ഹോസ്പിറ്റലിൽ. പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ 9 മാസങ്ങൾക്ക് മുന്നുള്ള കാഴ്ചകളാണ്. വേദ ട്രെയിനിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോ വീഡിയോയിൽ കണ്ടതുപോലെ ആ ഒരു പാട്ട് സീനോട് കൂടിയിട്ടുള്ള ആ ഒരു രംഗങ്ങളൊക്കെയാണ് കാണുന്നത്. വേദയുടെ ഫ്രണ്ട് ശ്രേയ അവളെ വന്ന് സ്വീകരിക്കുന്നതും അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോസിൽ കാണുന്നത്. അങ്ങനെ ശ്രേയയുടെ അടുത്ത് വേദ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ വിക്രത്തിൻ്റെ ജയിലിലുള്ള ചെറിയ ഭാഗങ്ങളും അതിനിടയിലൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ വേദയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ ഒരു ജോലി അത്യാവശ്യമായിരുന്നു. അങ്ങനെ വേദയുടെ ഫ്രണ്ട് ശ്രേയ അവൾക്ക് വേണ്ടിയിട്ട് ജോലിയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആദ്യം വക്കീൽ ഓഫീസിൽ വല്ല ജോലിയും കിട്ടുമെന്ന് വേണ്ടിയിട്ടായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ശ്രമം പാഴായപ്പം പിന്നെ മറ്റൊരു ഓഫീസിൽ വേദയ്ക്ക് ജോലിയൊക്കെ ശരിയാവുന്നുണ്ട്.
അങ്ങനെ വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും വിക്രത്തെ കാണാൻ വരുന്നുണ്ട്. അവർ നല്ല പ്രതീക്ഷയിലായിരുന്നു വിക്രത്തിന് ജാമ്യം കിട്ടും എന്നൊക്കെ. പക്ഷേ വിക്രത്തിനാണെങ്കിലോ ജീവപര്യന്തം തടവ് ആണ് ശിക്ഷിച്ചിരുന്നത്. ആ ഒരു വാർത്ത ഫോണിലൂടെ വേദ അറിയുന്നുണ്ട്. അവളത് കാണുമ്പോൾ ആകെ തകർന്നു പോകുന്നുണ്ട്. വേദയെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന വിക്രത്തിന് ഇനിയൊരു ജയിൽവാസം അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിക്രം ആകെ അലറി വിളിക്കുന്നുണ്ട് ജയിലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. ഈ രംഗങ്ങളൊക്കെ ആ ഒരു പാട്ട് സീനോട് കൂടിയിട്ട് തന്നെ എല്ലാ ഭാഗങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വേദ ഇങ്ങനെ വയറൊക്കെ തടവി ആശ്വസിക്കുന്ന ഭാഗങ്ങളും കാണുന്നുണ്ട്. അങ്ങനെ വേദയും ഫ്രണ്ടും ഇങ്ങനെ ജന്തർ മന്ദിറിൽ വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും കുറച്ച് മലയാളി കുട്ടികൾ വന്നിട്ട് അവിടെ നിന്ന് റീൽസ് എടുക്കുന്നുണ്ടായിരിക്കും. ആ ഒരു റീൽസിൽ വേദയും അറിയാതെ പെട്ടുപോവാണ്. പക്ഷേ അത് അവളുടെ ജീവിതത്തിലെ മറ്റൊരു കഷ്ടപ്പാടിലേക്കുള്ള ഒരു റീൽസ് ആയിരുന്നെന്ന് വേദ പോലും അറിയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് കമലാമ്മയും മാഷിനെയാണ്. അങ്ങനെ കമലാമ്മ നല്ല മഴ പെയ്യുന്നുണ്ട്. പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് മാഷ് ചുക്കാപ്പിയായിട്ട് വരും. ആ സമയത്ത് കമലാമ്മ ചോദിക്കും, എന്തിനാ മാഷേ, എനിക്കിത് വേണമെന്നില്ലായിരുന്നു. നിനക്ക് വേണമെന്നുണ്ടാവില്ല, പക്ഷേ ഈ മരുന്നൊക്കെ നിന്നെ കഴിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമായി പോയില്ലേ. എന്നിട്ട് മാഷ് പറയും, പുറത്ത് നല്ല മഴയാ, ആ ജനലൊക്കെ ഒന്ന് അടച്ചോട്ടെ. വേണ്ട മാഷേ, വാതിലും ജനലൊക്കെ അടച്ചു കഴിഞ്ഞാൽ ആരും ഇല്ലാണ്ടായി എന്നുള്ളൊരു തോന്നലാണ്. നല്ല മഴയുള്ളൊരു രാത്രിയിൽ മാഷ് പുറത്ത് വന്ന് ജനലിൽ നിന്നതൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ്. അതുപോലെ വിക്രവും വേദയും ആ ജനലിനരികിൽ വന്ന് നിന്നോട്ടെ, അങ്ങനെയെങ്കിലും ഞാനൊന്ന് ആശ്വസിച്ചോട്ടെ. അത് കേൾക്കുമ്പോൾ മാഷ് പറയും, സ്വപ്നത്തിൽ മാത്രമല്ല കമല, ഒരിക്കൽ അവർ രണ്ടുപേരും ഈ വീട്ടുമുറ്റത്ത് വരും, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ കമലാമ്മ പറയാണ്, പക്ഷേ അതൊക്കെ കാണാൻ ഞാനും ഉണ്ടായിരിക്കുമോ മാഷേ? ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്നൊരു തോന്നലാണ് എനിക്കിപ്പോൾ. ഏതാണ്ട് ഒരു വർഷക്കാലമായില്ലേ മാഷേ വേദയും വിക്രവും നമ്മളെ അടുത്ത് നിന്ന് പോയിട്ട്. അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ മാഷ് പറയും, നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ കമലം, എന്തായാലും അതിനൊരു മാറ്റം ഉണ്ടായിരിക്കും. അത് മാഷ് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയില്ലേ. എന്തെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. 3 ആൺമക്കളുണ്ടായിട്ടും ആകെ ഉണ്ടായിരുന്ന ആ ഒരു വീട് അതുപോലെ നമുക്ക് നഷ്ടമായില്ലേ. അപ്പോൾ മാഷ് പറയാണ്, ശങ്കരനാരായണ സാറ് ജോലി രാജിവെച്ച് വിക്രമിന് വേണ്ടി വാദിക്കാൻ തീരുമാനിച്ചില്ലേ, അതൊരു വലിയ കാര്യമല്ലേ. എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും കമലം, എനിക്ക് പ്രതീക്ഷയുണ്ട്. നീ നോക്കിക്കോ, വിക്രം പുറത്തിറങ്ങുമ്പോൾ അത് കാണാൻ നമ്മുടെ കൂടെ വേദയും ഉണ്ടാവും. അതിന് നീ എല്ലാം വിട്ടെറിഞ്ഞ് ഇങ്ങനെ മനസ്സുകൊണ്ട് ഓടി ഒളിക്കല്ല വേണ്ടേ, മനസ്സിനെ ഉറപ്പിച്ച് നിർത്തണം. നീ കിടന്നോ എന്നും പറഞ്ഞിട്ട് കമലാമ്മയോട് കിടക്കാൻ പറയുമ്പോൾ കമലാമ്മ ചോദിക്കും, മാഷ് എവിടേക്കാ? ട്യൂഷൻ കുട്ടികളുടെ പേപ്പർ നോക്കാനുണ്ട്. അപ്പോൾ കമലാമ്മ മാഷെ കൈ പിടിച്ചിട്ട് പറയാണ്, മാഷെ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാഷ് വിനയൻ്റെയും ശ്രീജയുടെയും കൂടെ നിൽക്കണം. എത്ര കഷ്ടപ്പാടാണെങ്കിലും അവർ നിങ്ങളെ നോക്കിക്കോളും. പിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചിതയ്ക്ക് വിക്രമിനെ കൊണ്ട് തീ കൊളുത്തിക്കണം. അത് എത്ര കാലം ഫ്രീസറിൽ അങ്ങനെ വെക്കേണ്ടി വന്നാലും ശരി, അവനെ കൊണ്ട് മാത്രമേ ആ കർമ്മം ചെയ്യിക്കാവൂ മാഷേ. ഇതൊക്കെ കേൾക്കുമ്പോൾ മാഷ് പറയും, മതി കമല, ഇനി ഇതൊന്നും കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് വയ്യ, മതി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാരി നിന്ന് കരയാണ്. പിന്നീട് കാണിക്കുന്നത് മലയാളി കുട്ടികൾ എടുത്ത വീഡിയോ ദർശൻ ശ്രീകാന്തിന് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് ഒരു റീൽസ് അയച്ചിട്ടുണ്ട്. അത് താൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിന് കാരണമായിട്ടുള്ളവളുടെ റീൽസാണ്. അതിൻ്റെ പിന്നിലുള്ള ആളാരാണെന്ന് നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ അയക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് നോക്കുമ്പം അതിൻ്റെ പിന്നിൽ വേദയെ കാണുന്നുണ്ടായിരിക്കും. അത് കാണുമ്പോൾ ശ്രീകാന്തിന് വലിയ സന്തോഷം വരികയാണ്. അങ്ങനെ വേദയും ശ്രേയയും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് കൊണ്ടുവരുന്നുണ്ട്. വേദയ്ക്ക് ഡെലിവറി അടുക്കാറായിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ പോകുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.